T20 വേൾഡ് കപ്പിൽ നിന്നും അതേപോലെ തന്നെ ന്യൂസിലാൻഡുമായി നടക്കാൻ പോകുന്ന T20 മത്സരങ്ങളിൽ നിന്നെല്ലാം തിലക് വർമ്മയെ മാറ്റി നിർത്തുന്നുണ്ട്. താരത്തിന് ഏർപ്പെട്ട അടിവയറ്റിലെ പരിക്ക് കാരണമാണ് T20 മത്സരങ്ങളിൽ നിന്നും മാറ്റി നിർത്താനായിട്ട് പോകുന്നത്. അതേപോലെ തന്നെ തിലക് വർമ്മയ്ക്ക് പകരം ടീമിൽ വരാൻ പോകുന്ന പ്ലെയർ ആരാണെന്ന് കൂടി നോക്കാം. വിജയ് ഹസാര ട്രോഫിയിൽ കളിക്കുന്നതിനിടയിലായിരുന്നു തിലക് വർമ്മയ്ക്ക് പരിക്ക് പറ്റിയത്. തുടർന്ന് ഹോസ്പിറ്റലിൽ പ്രവേശിക്കുകയും കൂടെ സർജറി കഴിയുകയും ചെയ്തു. ഇനി 4-5 ആഴ്ചകൾ എടുത്താൽ മാത്രമാണ് ആ ഒരു ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ പറ്റുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂസിലാൻഡുമായി നടക്കാൻ പോകുന്ന മത്സരങ്ങൾ മൊത്തത്തിൽ നഷ്ടവും, തുടർന്ന് വരാൻ പോകുന്ന ഫെബ്രുവരി 7-ന് ആരംഭിക്കുന്ന വേൾഡ് T20യിലും കളിക്കാൻ പറ്റില്ല എന്നാണ് റിപ്പോർട്ടുകളെല്ലാം പറയുന്നത്. അതുകൊണ്ട് തന്നെ തിലക് വർമ്മയ്ക്ക് പകരം ടീമിൽ പുതിയ ആളുകൾ എത്തും എന്നാണ് അറിയാൻ പറ്റിയിരിക്കുന്നത്. അതിനായിട്ട് BCCI ആലോചിക്കുന്ന പേരുകൾ ആരൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് ശ്രേയസ് അയ്യരാണ്. ശ്രേയസ് അയ്യർ മിന്നുന്ന ഫോമിലാണെങ്കിൽ തന്നെ ശ്രേയസ് അയ്യർ ഇതേപോലെ പരിക്ക് കാരണം കഴിഞ്ഞ വർഷം ടീമിൽ നിന്ന് പോയതായിരുന്നു. തുടർന്ന് വൺ ഡേയിലും അതേപോലെ തന്നെ ടെസ്റ്റിലും അതേപോലെ തന്നെ T20യിൽ നിന്നെല്ലാം ടീമിൽ റെസ്റ്റ് കൊടുത്ത് മാറ്റി നിർത്തിയിരിക്കുന്നു. തുടർന്ന് ന്യൂസിലാൻഡുമായി നടക്കാൻ പോകുന്ന വൺ ഡേ സീരീസിൽ ഇപ്പോൾ ശ്രേയസ് അയ്യരിനെ തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ T20യിലേക്കും ആ ഒരു റീപ്ലേസ്മെൻറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതല്ലാതെ വേറൊരു പേരാരാണെന്ന് പറഞ്ഞാൽ ശുഭ്മാൻ ഗില്ലാണ്. ശുഭ്മാൻ ഗില്ലിനെ പരിക്കിനെ തുടർന്നും അതേപോലെ തന്നെ ഫോം ഔട്ടിനെ തുടർന്നുമായിരുന്നു ടീമിൽ നിന്ന് മാറ്റി നിർത്തിയത്. എന്നിരുന്നാൽ തന്നെ വൺ ഡേ സീരീസിൽ ക്യാപ്റ്റനായിട്ട് വീണ്ടും തിരിച്ചെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ശുഭ്മാൻ ഗില്ലിനെയും ആ ഒരു പൊസിഷനിലേക്ക് പരിഗണിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ കഴിഞ്ഞ T20 മത്സരങ്ങളിലെല്ലാം പ്രീവിയസ് മാച്ചുകൾ എടുത്ത് നോക്കുന്ന സമയത്ത് ശുഭ്മാൻ ഗിൽ T20 മത്സരങ്ങളിൽ അത്ര സൂട്ടബിൾ ആയിട്ടല്ല പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആയതുകൊണ്ട് ചിലപ്പോൾ ആ ഒരു പരിഗണന ഒഴിവാക്കാനും ചാൻസ് ഉണ്ട്. പിന്നെ പരിഗണിക്കാൻ ചാൻസ് ഉള്ള പ്ലെയേഴ്സ് ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് റയൻ പരാഗാണ്. റയൻ പരാഗ് മിഡിൽ ഓർഡറിൽ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയിട്ട് IPL മത്സരങ്ങളിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്. ആയതുകൊണ്ട് തന്നെ റയൻ പരാഗിനെ ആ ഒരു പൊസിഷനിലേക്ക് പരിഗണിക്കാൻ സാധ്യതയുണ്ട്. പിന്നൊന്ന് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ ഋഷഭ് പന്താണ്. ഓൾറെഡി നമ്മുടെ ടീമിൽ 2 വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാർ ഓൾറെഡി ഉണ്ട്. ഒന്ന് ഇഷാൻ കിഷാനും ഒന്ന് സഞ്ജു സാംസണും. എന്നിരുന്നാൽ തന്നെ മറ്റുള്ള പ്ലെയേഴ്സിനെ ഏതെങ്കിലും സാഹചര്യത്തിൽ ടീമിൽ എടുക്കാതിരിക്കണേ എന്നുണ്ടെങ്കിൽ ആ ഒരു പരിഗണന ഋഷഭ് പന്തിൻ്റെ മുന്നിലേക്ക് പോകും എന്നുള്ളതാണ് വേറൊരു വശം. എന്തുതന്നെയാണെങ്കിലും ഇനിയൊരു റീപ്ലേസ്മെൻറ്റ് ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ തന്നെ അത് ഈ ഒരു T20 വേൾഡ് കപ്പിനെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ അത് BCCI അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് മാത്രമാണ് ആ ഒരു തീരുമാനം എടുക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ T20യിലേക്ക് വരുന്നൊരു പ്ലെയർ എന്നുള്ള നിലയ്ക്ക് അത് ശ്രേയസ് അയ്യറിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത കൂടുതൽ. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അത്യാവശ്യം നന്നായിട്ട് മിഡിൽ ഓർഡറിൽ പ്ലേ ചെയ്യുന്ന ഒരു പ്ലെയറാണ്. തിലക് വർമ്മയാണെങ്കിൽ കളിച്ച അവസാന മത്സരങ്ങളിൽ നല്ല രീതിയിൽ കളിക്കുകയും അതേപോലെ തന്നെ ഏഷ്യ കപ്പിൽ ഇന്ത്യക്ക് ട്രോഫി നേടിക്കൊടുക്കുകയും ചെയ്തൊരു പ്ലെയറാണ്. അതേപോലെ തന്നെ മിഡിൽ ഓർഡർ കൊണ്ടുപോകുന്ന ഒരു പ്ലെയറിനെ വേണം എന്നുള്ളതാണ് BCCIയുടെയും ആവശ്യം. അതുകൊണ്ട് തന്നെ ആ ഒരു സാധ്യത കൂടുതലായിട്ട് നിൽക്കുന്നത് ശ്രേയസ് അയ്യറിൻ്റെ മുന്നിലാണ് കേട്ടോ.